സംസ്ഥാന ബസ്സിൽ നിന്നും 1.50 കോടി രൂപയുടെ സ്വർണം മോഷ്ടിച്ച പ്രതി പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശിയായ ഷഹീം അൻസാരി മോഷ്ടിച്ച് കിട്ടിയ സ്വർണം വിറ്റ് 2 സ്കൂളും 50 ഏക്കർ മാവിൻതോട്ടവും നിരവധി വാഹനങ്ങളും വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ജനുവരി 3-ാം തീയതി രാജസ്ഥാൻ സ്വദേശിയായ മഹേഷ് കുമാർ കൊച്ചിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 5.5 കിലോ സ്വർണം മോഷണം പോയിരുന്നു. ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് അന്തർ സംസ്ഥാന ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സ്വർണം നഷ്ടമായത്. ഉടൻ തന്നെ മഹേഷ് കുമാർ ആലുവ പോലീസിൽ പരാതി നൽകി. ആലുവ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷണം നടത്തിയത് ഉത്തർപ്രദേശ് സ്വദേശിയായ ഷഹീം അൻസാരിയും 3 സഹോദരങ്ങളും ചേർന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഷഹീം താമസിക്കുന്ന ധനൗര എന്ന സ്ഥലത്ത് ഭൂരിഭാഗവും മോഷ്ടാക്കളാണെന്നും ഇവർ സൂട്ട്കേസ് സ്റ്റോറീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും ആലുവ ഡിവൈഎസ്പി VR റസ്റ്റം പറഞ്ഞു. മോഷ്ടിച്ചു കിട്ടിയ സ്വർണം വിറ്റ് പ്രതികൾ 2 സ്കൂളും 50 ഏക്കർ മാവിൻതോട്ടവും നിരവധി വാഹനങ്ങളും വാങ്ങിയതായും പോലീസ് വ്യക്തമാക്കി. അവിടെ ഈ മോഷണം മുതൽ ഉപയോഗിച്ച് ഏതാണ്ട് 2 സ്കൂൾ വാങ്ങിയിട്ടുണ്ടവർ, ഏതാണ്ട് 10 ഏക്കർ സ്ഥലം, പിന്നെ 40 ലക്ഷം രൂപ കൊടുത്ത് അവിടെയുള്ള ഒരു മെഷർമെന്റ് മാവിൻതോട്ടം വാങ്ങിയിട്ടുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അന്തർ സംസ്ഥാന ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരെ പിന്തുടർന്ന് മോഷണം നടത്തുന്നതായിരുന്നു പ്രതികളുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.